വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 23-ാം അധ്യായം. ദാവീദ് വൃദ്ധനും പ്രായം തികഞ്ഞവനുമായി. അപ്പോൾ അവൻ തന്റെ പുത്രൻ സോളമനെ ഇസ്രായേലിന് മേൽ രാജാവാക്കി. അവൻ ഇസ്രായേലിന്റെ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവായരെയും ഒരുമിച്ച് കൂട്ടി. 30 വയസ്സ് മുതൽ മുതിർന്നവരായ ലേവ്യരുടെ കണക്കെടുക്കപ്പെട്ടു. പുരുഷന്മാരുടെ തലയണമനുസരിച്ച് അവർ 38,000 പേരായിരുന്നു. ഇവരിൽ നിന്ന് 24,000 പേർ കർത്താവിന്റെ ഭവനത്തിലെ ജോലിക്ക് മേൽനോട്ടം വഹിക്കുന്നവരും 6,000 പേർ കാര്യവിചാരകരും ന്യായാധിപന്മാരും, 4,000 പേർ വാതിൽ കാവൽക്കാരും, 4,000 പേർ സ്തുതിക്കാനായി ദാവീദ് നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ട് കർത്താവിന് സ്തുതി അർപ്പിക്കാനുള്ളവരുമായിരുന്നു. ദാവീദ് അവരെ ലേവിയയുടെ പുത്രന്മാരായ ഗെർശോം, കെഹാത്ത്, മെറാറി എന്നിവരുടെ ഗണങ്ങളായി തിരിച്ചു. ഗെർശോമിൻ്റെതായി ലാദാനും ശിമെയിയും. ലാദാന്റെ പുത്രന്മാർ തലവനായ യഹിയേൽ, സേഥാം, ജോയേൽ എന്നീ 3 പേർ. ശിമിയയുടെ പുത്രന്മാർ ശെലോമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്നീ 3 പേർ. ലാദാന്റെ പിതൃഭവനത്തിലെ തലവന്മാരായിരുന്നു ഇവർ. ശിമിയയുടെ പുത്രന്മാർ യാഹാത്ത്, സീസ, യവൂഷ്, ബറിയ. ഇവരാണ് ശിമിയയുടെ 4 പുത്രന്മാർ. യാഹാത്ത് ആയിരുന്നു ഒന്നാമൻ, സീസ രണ്ടാമനും. യവൂഷിനും ബറിയായ്ക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നതിനാൽ അവരുടെ പിതൃഭവനം ഒന്നായി പരിഗണിക്കപ്പെട്ടു. കേഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസഹാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നീ 4 പേർ. അമ്രാമിന്റെ പുത്രന്മാരായിരുന്നു അഹ്റോനും മോശയും. അഹ്റോൻ അതിവിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കാനും അവനും അവന്റെ സന്തതികളും എന്നേക്കും കർത്താവിന്റെ മുമ്പിൽ ധൂപമർപ്പിക്കാനും ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ എന്നേക്കും ആശീർവദിക്കുന്നതിനും വേർതിരിക്കപ്പെട്ടിരുന്നു. മോശ ദൈവപുരുഷനായിരുന്നു. അവന്റെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽ എണ്ണപ്പെട്ടിരുന്നു. മോശയുടെ പുത്രന്മാർ ഗെർശോമും എലിയേസറും. ഗെർശോമിന്റെ പുത്രന്മാർ തലവനായ ഷെബുവേൽ. എലിയേസറിന്റെ പുത്രന്മാർ തലവനായ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ലെങ്കിലും റഹാബിയയുടെ പുത്രന്മാർ വളരെ അധികമായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാർ തലവനായ ശെലോമിത്ത്. ഹെബ്രോണിന്റെ പുത്രന്മാർ ഒന്നാമൻ ജെറിയ, രണ്ടാമൻ അമരിയ, മൂന്നാമൻ യഹസിയേൽ, നാലാമൻ യെക്കാമെയാം. ഉസിയേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മിക്ക, രണ്ടാമൻ ഇസിയ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലിയും മൂഷിയും. മഹ്ലിയായുടെ പുത്രന്മാർ എലയാസറും കിഷും. എലയാസർ മരിച്ചു. അവന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. കിഷിന്റെ മക്കൾ തങ്ങളുടെ ചാർച്ചക്കാരെ സ്വീകരിച്ചു. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെരേമോത്ത് എന്നീ 3 പേർ. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ജോലികൾ ചെയ്യുന്നതിന് തങ്ങളുടെ പിതൃഭവനങ്ങൾ അനുസരിച്ച് 20 വയസ്സും അതിനു മുകളിലും ഉള്ളവരുടെ തലയെണ്ണമനുസരിച്ച് പേരുകൾ കണക്കാക്കപ്പെട്ടിട്ടുള്ളവരുടെ പിതൃതലവന്മാരായ ലേവി പുത്രന്മാരാണ് ഇവർ. തുടർന്ന് ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് ജെറുസലേമിൽ എന്നേക്കും വസിക്കും വിധം സ്വസ്ഥത നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ആലയവും അതിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ലാത്ത വിധം ലേവായർക്കും. ദാവീദിന്റെ അന്ത്യവചസ്സുകൾ അനുസരിച്ച് 20 വയസ്സും അതിനു മുകളിലും ഉള്ളവരിൽ നിന്നായിരുന്നല്ലോ ലേവിയരുടെ എണ്ണം എടുത്തിരുന്നത്. കർത്താവിന്റെ ആലയ ശുശ്രൂഷയിൽ അഹ്റോന്റെ പുത്രന്മാർക്ക് കൈത്താങ്ങാകുകയായിരുന്നു
അവരുടെ ചുമതല. എല്ലാ വിശുദ്ധ വസ്തുക്കളുടെയും ശുദ്ധീകരണ കർമ്മത്തിനും അങ്കണത്തിലും അറകളിലുമുള്ള ദേവാലയ സേവന കർമ്മത്തിനും തിരുസാന്നിധ്യപ്പം, ധാന്യയാഗത്തിനുള്ള നേരിയ മാവ്, പുളിപ്പില്ലാത്ത നേർത്തിയപ്പം, ചട്ടിയിൽ ചുട്ടെടുക്കുന്നവ, പൊരിച്ചെടുക്കുന്നവ എന്നിവയുടെയെല്ലാം അളന്ന് തിട്ടപ്പെടുത്തലിനും ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും കർത്താവിനുള്ള സ്തുതിയർപ്പണത്തിനും കൃതജ്ഞത അർപ്പണത്തിനുമായി അവർ നിൽക്കണം. എല്ലാ സാബത്തുകളിലും അമാവാസികളിലും തിരുനാളുകളിലും അവയുടെ ചട്ടപ്രകാരമുള്ള എണ്ണത്തിൽ കർത്താവിനുള്ള ഹോമയാഗങ്ങൾ നിരന്തരം കർത്തൃസന്നിധിയിൽ അർപ്പിക്കണം. കർത്താവിൻ്റെ ആലയ ശുശ്രൂഷയ്ക്ക് സമാഗമ കൂടാരത്തിൻ്റെ സംരക്ഷണം, വിശുദ്ധ സ്ഥലത്തിൻ്റെ സംരക്ഷണം, തങ്ങളുടെ സഹോദരങ്ങളായ അഹ്റോന്റെ പുത്രന്മാരുടെ സംരക്ഷണം എന്നിവയും അവർ പാലിക്കണം. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം. അഹ്റോന്യർ തങ്ങളുടെ ഗണങ്ങൾ അനുസരിച്ച് അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരായിരുന്നു. നാദാബും അബീഹുവും തങ്ങളുടെ പിതാവിന് മുമ്പേ മരിച്ചു. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി. ദാവീദ് എലയാസറിൽ നിന്നുള്ള സാദോക്കിനോടും ഇത്താമരിൽ നിന്നുള്ള അഹിമലേക്കിനോടും ചേർന്ന് അവരെ തങ്ങളുടെ ശുശ്രൂഷയുടെ ചുമതലകൾ അനുസരിച്ച് തിരിച്ചു. ധീരരായ തലവന്മാർ ഇത്താമരിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എലയാസറിൽ ഉണ്ടെന്ന് അവർ കണ്ടെത്തി. പിതൃകുടുംബം അനുസരിച്ച് എലയാസരുടെ തലവന്മാരെ 16ഉം തങ്ങളുടെ പിതൃകുടുംബം അനുസരിച്ച് ഇത്താമരെ 8ഉമായി അവർ തിരിച്ചു. എലയാസരിലും ഇത്താമരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ നേതാക്കന്മാരും ദൈവത്തിൻ്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കൂറിയിട്ടാണ് അവരെ തിരിച്ചത്. രാജാവ്, നേതാക്കന്മാർ, പുരോഹിതനായ സാദോക്, അബിയാദറിൻ്റെ മകൻ അഹിമേലെക്ക്, പുരോഹിതന്മാരുടെ ലേവായരുടെയും പിതൃതലവന്മാർ എന്നിവരുടെ മുമ്പാകെ നെത്താനേലിൻ്റെ പുത്രൻ ലേവായരിൽ നിന്നുള്ള എഴുത്തുകാരനായ ശെമായ, എലയാസറിന് കിട്ടിയത്, ഇത്താമറിന് കിട്ടിയത് എന്നിങ്ങനെ പിതൃഭവനം ഓരോന്നും രേഖപ്പെടുത്തി. നറുക്ക് വീണതനുസരിച്ച് 1-ാമൻ യഹോയാരീബ്, 2-ാമൻ യദായ, 3-ാമൻ ഹരീം, 4-ാമൻ സെവോരീം, 5-ാമൻ മൽക്കിയ, 6-ാമൻ മിയാമിൻ, 7-ാമൻ ഹാക്കോസ്, 8-ാമൻ അബിയ, 9-ാമൻ യശുവ, 10-ാമൻ ഷെക്കനിയ, 11-ാമൻ എലിയാഷീബ്, 12-ാമൻ യാക്കീബ്, 13-ാമൻ ഹുപ്പ, 14-ാമൻ യശേബെയാവ്, 15-ാമൻ ബിൽക്ക, 16-ാമൻ ഇമേർ, 17-ാമൻ ഹെസീർ, 18-ാമൻ ഹപ്പിസസ്, 19-ാമൻ പെത്താഹിയ, 20-ാമൻ യഹെസ്കേൽ, 21-ാമൻ യാക്കീൻ, 22-ാമൻ ഗെമൂൽ, 23-ാമൻ ദലായ, 24-ാമൻ മാസിയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് തങ്ങളുടെ പിതാവായ അഹ്റോന്റെ നിശ്ചയപ്രകാരം കർത്താവിൻ്റെ ആലയത്തിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ തങ്ങളുടെ ക്രമമനുസരിച്ച് അവർ വരേണ്ടിയിരുന്നു. ലേവ്യരിൽ ശേഷിച്ചവർ അമ്രാമിൻ്റെ പുത്രന്മാരിൽ ശുവായിൽ, ശുവായലിൻ്റെ പുത്രന്മാരിൽ യഹ്ദയ. റഹാവിയെ സംബന്ധിച്ച് റഹാബിയായുടെ പുത്രന്മാരിൽ 1-ാമൻ ഇഷിയ. ഇസഹാരിൽ ഷെലോമത്ത്, ഷെലോമത്തിൻ്റെ പുത്രന്മാരിൽ യാഹാത്തും അവൻ്റെ പുത്രൻ യെറിയായും, 2-ാമൻ അമരിയാം, 3-ാമൻ യഹസിയേൽ, 4-ാമൻ യെക്കാമയാം. ഉസിയേലിൻ്റെ പുത്രന്മാർ മിഹ, മിഹായുടെ പുത്രന്മാരിൽ ഷമീർ. മിഷിഹായുടെ സഹോദരർ യെഷിയ, യിഷ്യായുടെ പുത്രന്മാരിൽ സക്രിയ. മെറാറിയുടെ പുത്രന്മാർ മഹലി, മൂഷിയ അവൻ്റെ പുത്രൻ യാസിയ. തൻ്റെ പുത്രനായ യാസിയായിലൂടെയുള്ള മെറാറിയുടെ പുത്രന്മാർ ഷോഹാം, സക്കൂർ, ഇബ്രി. മഹലിയുടെ പുത്രൻ എലിയാസർ, അവന് പുത്രന്മാരില്ലായിരുന്നു. കിഷിനെ സംബന്ധിച്ച് കിഷിൻ്റെ പുത്രൻ യറാഹ്മേൽ. മൂഷിയുടെ പുത്രന്മാർ മഹലി, ഏദർ,
യെരിമോത്ത്. ലേവി പുത്രന്മാർ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഇവരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാരായ അഹ്റോന്റെ പുത്രന്മാരെ പോലെ ഇവരും ദാവീദ് രാജാവിൻ്റെയും സാദോക്കിൻ്റെയും അഹിമെലാക്കിൻ്റെയും പുരോഹിതരുടെയും ലേവായരുടെയും പിതൃതലവന്മാരുടെയും മുമ്പിൽ പിതൃതലവന്മാരും ചെറിയവരും എന്ന ഭേദമന്യേ നറുക്കിട്ടു. 1 ദിനവൃത്താന്തം 25-ാം അധ്യായം. ദാവീദും സൈന്യതലവന്മാരും ചേർന്ന് കിന്നരം, വീണ, കൈത്താളം എന്നിവയോടെ പ്രവചിക്കുന്നവരായ ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരുടെ പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. അവയുടെ ശുശ്രൂഷയ്ക്കുള്ള ജോലിക്കാരുടെ എണ്ണം ഇതായിരുന്നു. ആസാഫിന്റെ പുത്രന്മാരെ സംബന്ധിച്ച് സക്കൂർ, ജോസഫ്, നെഥാനിയ, അശുറെല്ല എന്നിവരായിരുന്നു ആസാഫിന്റെ പുത്രന്മാർ. ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് അവർ പ്രവചനം നടത്തിയിരുന്നു. യെദൂദിനെ സംബന്ധിച്ച് യെദൂദിന്റെ പുത്രന്മാർ ഗഥാലിയ, സേരി, യശായ, ഹഷാബിയ, മത്തീത്തിയ എന്നീ 6 പേർ തങ്ങളുടെ പിതാവായ യദൂക്കിന്റെ കീഴിൽ കിന്നരത്തിന്റെ അകമ്പടിയോടെ കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചും സ്തുതിച്ചും പ്രവചിച്ചിരുന്നു. ഹേമാനെ സംബന്ധിച്ച് ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ, മത്താനിയ, ഉസ്സിയേൽ, ഷെവുവേൽ, യെരിമോത്ത്, ഹനാനിയ, ഹാനാനി, എലിയാത്ത, ഗിദാൽത്തി, റൊമാന്തിയേസർ, യോഷ്ബക്കാശ, മലോത്തി, ഹോത്തിർ, മഹസിയോത്ത്. ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരായിരുന്നു. അവർ ദൈവത്തിന്റെ വാക്കനുസരിച്ച് അവന്റെ പ്രതാപം ഉയർത്തേണ്ടിയിരുന്നു. ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകി. ഇവരെല്ലാം കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് വീണയും കിന്നരവും കൈത്താളവും കൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ ഗാന ശുശ്രൂഷ നടത്തി. ആസാഫ്, യദൂഥൂൻ, ഹേമാൻ എന്നിവരുടെയും കർത്താവിന് ഗാനം ആലപിക്കാൻ പരിശീലനം നേടി നിപുണരായ ഇവരുടെ ചാർച്ചക്കാരുടെ എണ്ണം 288. വലുപ്പച്ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു. തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിശ്ചയിച്ചു. ആസാഫിനുള്ള ആദ്യത്തെ നറുക്ക് ജോസഫിന് വീണു. രണ്ടാമത്തവൻ ഗഥാലിയ, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തവൻ സക്കൂർ, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. നാലാമത്തവൻ ഇസ്രി, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തവൻ നെഥാനിയ, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തവൻ ബുക്കിയ, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തവൻ യസാരെല്ല, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തവൻ യശായ, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒമ്പതാമത്തവൻ മത്താനിയ, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത്തവൻ ശിമിയേയി, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 11ആമത്തവൻ അസ്രേൽ, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 12ആമത്തവൻ ഹഷാബിയ, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 13ആമത്തേത് ഷബിയേലിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 14ആമത്തേത് മത്തീത്തിയായ്ക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 15ആമത്തേത് എരോമുത്തിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 16ആമത്തേത് ഹനനിയായ്ക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 17ആമത്തേത് യോഷ്ബക്കാശേക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ.
18-ാമത്തേത് ഹനാനിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 19-ാമത്തേത് മലോത്തിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 20-ാമത്തേത് എലിയാദായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 21-ാമത്തേത് ഹോത്തീറിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 22-ാമത്തേത് ഗിദാൽത്തിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 23-ാമത്തേത് മഹസിയോത്തിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 24-ാമത്തേത് റോമാന്തിയേസറിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം. ഇസ്രായേലിന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരും യൂദായുടെ ഉദരത്തിൽ ഉത്ഭവിച്ചവരുമായ യാക്കോബ് ഭവനമേ, ഇത് കേൾക്കുക. കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്ന അവർ ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയും. എന്നാൽ വിശ്വസ്തയോടെയല്ല, നീതിയോടെയുമല്ല. വിശുദ്ധ നഗരത്തിൻ്റേത് എന്ന് അവർ വിളിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് അവർ ചാരി. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. പഴയ കാര്യങ്ങൾ അന്നേ ഞാൻ പറഞ്ഞു, എൻ്റെ അധരങ്ങളിൽ നിന്ന് അവ പുറപ്പെട്ടു. ഞാൻ അവ വെളിപ്പെടുത്തി, ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു, അവ സംഭവിക്കുകയും ചെയ്തു. അത് നീ ദുശ്ശാഠ്യക്കാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പേശിയുള്ളതും നിന്റെ നെറ്റി പിത്തളയുമാണെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ്. എൻ്റെ വിഗ്രഹമാണ് അവ ചെയ്തതും എൻ്റെ കൊത്തു വിഗ്രഹവും എൻ്റെ വാർപ്പ് ബിംബവുമാണ് അവ കൽപ്പിച്ചതും എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി നിന്നോട് പറഞ്ഞു. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ചു. നീ കേട്ടുകഴിഞ്ഞു, ഇതെല്ലാം ഗ്രഹിക്കുക. എന്നിട്ടും നിങ്ങൾ സത്യം പ്രഘോഷിക്കുകയില്ലേ? ഇപ്പോൾ മുതൽ പുതിയ കാര്യങ്ങളും നിങ്ങൾ അറിയാതിരുന്ന രഹസ്യകാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഇതാ, എനിക്ക് അവ അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവ വളരെ മുമ്പല്ല, ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഇന്നേക്ക് മുമ്പ് നീ അവ കേട്ടിട്ടില്ല, നീ കേട്ടിരുന്നുമില്ല, അറിഞ്ഞിരുന്നുമില്ല. അക്കാലത്ത് നിന്റെ ചെവി തുറക്കപ്പെട്ടിരുന്നുമില്ല. കാരണം നീ നിശ്ചയമായും വഞ്ചന കാണിക്കുമെന്നും ഗർഭപാത്രം മുതലേ നീ അതിക്രമിയായി അറിയപ്പെടുമെന്നും എനിക്കറിയാമായിരുന്നു. എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപം അടക്കും. നിന്നെ വിച്ഛേദിക്കാതിരിക്കാനായി എൻ്റെ കീർത്തിയെ പ്രതി ഞാൻ നിന്നോട് നിയന്ത്രണം പാലിക്കും. ഇതാ, നിന്നെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിക്കും. എന്തെന്നാൽ എങ്ങനെ ഞാൻ സ്വയം മലിനമാക്കും? എൻ്റെ മഹത്വം മറ്റൊരുവനും ഞാൻ നൽകുകയില്ല. യാക്കോബേ, ഞാൻ വിളിച്ചവനായ ഇസ്രായേലേ, എന്നെ ശ്രവിക്കുക. ഞാൻ അവനാണ്. ഞാൻ ആദിയാണ്, അന്തവും ഞാൻ തന്നെ. എൻ്റെ കൈ തന്നെയാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. എൻ്റെ വലത്ത് കൈയാണ് ആകാശത്തെ വിരിച്ചതും. ഞാൻ അവയെ വിളിച്ചാൽ അവ അണിനിരക്കും. നിങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ. അവരിൽ ആരാണ് ഇവ പ്രഖ്യാപിച്ചത്? കർത്താവ് അവനെ സ്നേഹിക്കുന്നു. അവിടുന്ന് ബാബിലോണിലും അവിടുത്തെ കരം കൽദായരിലും തിരുഹിതം നടപ്പിലാക്കും. അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതെ, ഞാനാണ് അവനെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു. അവൻ തൻ്റെ മാർഗം വിജയത്തിലെത്തിക്കും. എൻ്റെ സമീപേ വന്ന് ഇത് കേൾക്കുക. രഹസ്യമായല്ല, ആദ്യം മുതലേ ഞാൻ സംസാരിച്ചത്. അതുണ്ടായ സമയം മുതൽ അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാഥനായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: പ്രയോജനത്തിനായി നിന്നെ പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നടത്തുകയും ചെയ്യുന്ന
നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിന്റെ ഐശ്വര്യം നദി പോലെയും നിന്റെ രക്ഷ കടലലകൾ പോലെയും ആകുമായിരുന്നു. നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഔരസ സന്താനങ്ങൾ മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവൻ്റെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ഇല്ല. ബാബിലോണിൽ നിന്ന് പുറപ്പെടുവിൻ, കൽദായരിൽ നിന്ന് പലായനം ചെയ്യുവിൻ. ആനന്ദഘോഷത്തോടെ പ്രഖ്യാപിക്കുവിൻ, ഇത് പ്രഘോഷിക്കുവിൻ. ഭൂമിയുടെ അതിർത്തി വരെയും അത് വെളിവാക്കുവിൻ. പറയുവിൻ, തൻ്റെ ദാസനായ യാക്കോബിനെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. നിർജ്ജന ഭൂമിയിലൂടെ അവിടുന്ന് അവരെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചിരുന്നില്ല. അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലമൊഴുക്കി. അവിടുന്ന് പാറ തുറന്നു, ജലം പ്രവഹിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ദുഷ്ടർക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല. അപ്പൊസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം. അല്ലയോ തെയോഫിലോസ്, യേശു താൻ തെരഞ്ഞെടുത്ത അപ്പൊസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയ ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാസഹനത്തിനു ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ സന്നിഹിതനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ നിരവധി തെളിവുകൾ വഴി ജീവിക്കുന്നവനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പ്രത്യുത എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, നിങ്ങളാകട്ടെ ഏതാനും ദിവസങ്ങൾക്കകം പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു തരുന്നത് ഈ കാലത്താണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളുടെ മേൽ വരുന്ന ശക്തി നിങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തിയോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. ഇവ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടികളിൽ നിന്ന് മറച്ചു. അവൻ പോകുമ്പോൾ ആകാശത്തേക്ക് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ട പോലെ തന്നെ തിരിച്ചു വരും. അവർ ഒലിവുമല എന്ന് വിളിക്കപ്പെടുന്നിടത്തു നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് ജെറുസലേമിനടുത്ത് ഒരു സാബത്ത് ദിവസത്തെ യാത്രാദൂരത്താണ്. അവർ അവിടെ എത്തി തങ്ങൾ താമസിച്ചിരുന്നിടത്ത് വീടിന്റെ മുകളിലത്തെ നിലയിൽ പ്രവേശിച്ചു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ഷിമിയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവരെല്ലാവരും ഏക മനസ്സോടെ സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയത്തോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിന്നിരുന്നു. അന്നൊരു ദിവസം 120ഓളം സഹോദരർ ഒരേ സ്ഥലത്ത് സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദാസിനെ കുറിച്ച് ദാവീദിന്റെ അധരം വഴി പരിശുദ്ധാത്മാവ് അരുൾ ചെയ്ത ലിഖിതം പൂർത്തിയാകേണ്ടിയിരുന്നു. അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് പങ്കാളിത്തം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി. അവൻ തലകുത്തി വീണു. ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്തു ചാടി.
ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽത്മ എന്ന് വിളിക്കപ്പെട്ടു. അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ പദവി മറ്റൊരുവൻ സ്വീകരിക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ യേശു നമ്മുടെ ഇടയിൽ വരുകയും പോകുകയും ചെയ്ത കാലം മുഴുവൻ, യോഹന്നാന്റെ സ്നാനം മുതൽ അവൻ നമ്മിൽ നിന്ന് എടുക്കപ്പെട്ട ദിവസം വരെ, നമ്മോട് സഹചരിച്ചവരിൽ ഒരുവൻ അവന്റെ ഉത്ഥാനത്തിന് നമ്മോടൊപ്പം സാക്ഷിയായിരിക്കണം. അവർ 2 പേരെ നിർത്തി, ജോസഫ് എന്ന് വിളിച്ചിരുന്ന ബാർസബാസിനെയും, അവൻ യൂസ്തോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു, മത്തിയാസിനെയും. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാവരുടെയും ഹൃദയങ്ങൾ അറിയുന്നവനെ, സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ യൂദാസ് ഉപേക്ഷിച്ച ഈ ശുശ്രൂഷയും അപ്പൊസ്തല സ്ഥാനവും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. 11 അപ്പൊസ്തലന്മാരോട് കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.